ഇത് കനിവിൻ്റെയും കൃപയുടെയും ഒക്ടോബർ മാസം. മറിയത്തെ ആത്മന ധ്യാനിക്കാൻ അപൂർവ മാസം. മറിയം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഞാൻ കണ്ടെത്തിയ ഒരു വ്യക്തിപരമായ അർത്ഥം, മറിയം മറഞ്ഞു നിൽക്കാൻ പഠിച്ചവൾ. നമ്മളൊക്കെ മുമ്പിൽ നിൽക്കാൻ കിതയ്ക്കുന്നവര്, പിടയ്ക്കുന്നവര്. ഭക്തി പ്രസ്ഥാനങ്ങളിലും ശുശ്രൂഷകളിലും പോലും നമുക്ക് മുമ്പിൽ നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. എന്നാൽ മറിയം മറഞ്ഞു നിൽക്കാൻ പഠിച്ചവൾ. എവിടെയാ അവൾ മറഞ്ഞത്? വചനത്തിന്റെ മറവിൽ മറഞ്ഞു. യോഹന്നാൻ 2:5 വരാല് വന്ന് വെള്ളം എടുത്തിട്ട് താഴേക്ക് മറയും പോലെ ഓടി വന്ന് കാനായിലെ കൺഫ്യൂഷന്റെ ഇടയ്ക്ക് എൻ്റെ മകൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന ഒറ്റ വചനം പറഞ്ഞിട്ട് ആ വചനത്തിന്റെ മറവിൽ മറഞ്ഞു. മറിയം ആര്? നമ്മളാര്? നമ്മളിന്നും തെളിയാനും മിന്നാനും മുമ്പിൽ നിൽക്കാനും കൊതിക്കുമ്പം മറിയം വചനത്തിന്റെ പിന്നിൽ മറഞ്ഞു. മരിയ ഭക്തി ആകാശത്തോളം ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ വചനത്തിന്റെ പിന്നിൽ മറയില്ല. നമുക്ക് വചനം അറിയില്ല. മതില് പോലെ കെട്ടിയ വചനത്തിന്റെ ഒരു പോർമുഖം നമുക്കില്ല. ഒരു 5 വചനം നമുക്ക് ഉരുവിടാൻ ആത്മാവിലില്ല. വചനത്തിന്റെ പിന്നിൽ മറയാൻ തുടങ്ങുമ്പോൾ വചനത്തിന്റെ അമ്മയായ മറിയം നമ്മുടെ കൂടെ നിൽക്കും. ഇതൊരു കുഞ്ഞു ധ്യാനമാണെങ്കിലും ഗൗരവത്തിലെടുക്കണം. നമുക്കറിയാവുന്ന വചനങ്ങൾ ആവർത്തിച്ച് പറയാൻ തുടങ്ങുമ്പോൾ മരിയ ഭക്തി തന്നെയാണ് വർദ്ധിക്കുന്നത്. കാരണം മറിയം വചനത്തിന്റെ അമ്മയാണ്,